നമസ്കാരം. ഒരു കമ്പനി കഴിഞ്ഞ 2 വർഷം കൊണ്ട് അവരുടെ പ്രോഫിറ്റ് 8 ടൈംസോളം ഉയർത്തിയൊരു കമ്പനി. ഈ കമ്പനി അതുപോലെ തന്നെ ക്യാൻസർ മായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നൊരു കമ്പനി. അതുപോലെ തന്നെ 2000 കോടി 2000 കോടി രൂപ റിസർവിലുള്ള ഒരു കമ്പനി. ഈ ഒരു കമ്പനിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് നാറ്റ്കോ ഫാർമ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു പ്രോഗ്രസ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ന്യൂസുകൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ കറൻ്റ്ലി വാല്യൂഡ് $55 ബില്യൺ ഡോളറാണ് ഇപ്പോൾ കറണ്ട് വാല്യൂ ചെയ്യുന്നത്. അത് 2030 ആകുമ്പോഴേക്കും $130 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2047 ആകുമ്പോഴേക്കും അത് $450 ബില്യൺ ഉയരുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രോഗ്രസ് ഉണ്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ നാറ്റ്കോ ഫാർമ എന്ന് പറഞ്ഞ കമ്പനിക്കും ആ കമ്പനിയുടെ മെയിൻലി അവരുടെ റവന്യൂ സ്പ്ലിറ്റ് ഔട്ട് ഉണ്ടാവുന്നത് എക്സ്പോർട്സ് നിന്നാണെന്ന് കാണാൻ പറ്റും. 76% ആ കമ്പനിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്സിലൂടെയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയുടെ ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഫ്യൂച്ചേഴ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നാറ്റ്കോ ഫാർമ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഈ കമ്പനിയുടെ മെയിനായിട്ട് അവരുടെ റവന്യൂസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 76% ഫാർമ എക്സ്പോർട്ട് ഫോർമുലേഷൻസിനാണ്. പിന്നെ ഡൊമസ്റ്റിക് ഫോർമുലേഷൻ 13% ആണ്. API എന്ന് പറയുന്നത് API എന്ന മീനിങ് നമ്മളിവിടെ ഇതിൻ്റെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നാണ് അവർക്ക് 6%. അതുപോലെ തന്നെ ആക്കം, അത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള 2% ആണ് കാണാൻ പറ്റും. അപ്പോൾ ഇവർ മെയിനായിട്ട് എല്ലാ കൺട്രീസിലോട്ടും എക്സ്പോർട്ട്സ് ചെയ്യുന്നു. യൂറോപ്പ്, അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, ഇത്തരം എല്ലാ കൺട്രീസിലോട്ടും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു R&D ഡിവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 6 FDF ആൻഡ് 2 API മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ. ഇനി സ്ട്രാറ്റജിക്കായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 2024 കമ്പനി ഇൻവെസ്റ്റഡ് 7% ഇക്വിറ്റി സ്റ്റേക്ക് ഇൻ ഐവ ഫാർമ ലിമിറ്റഡ് സിംഗപ്പൂർ. ഇറ്റ് സെൽസ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമേഷൻ. അപ്പോൾ സിംഗപ്പൂരിലൊരു ഐവ ഫാർമ കമ്പനിയിലോട്ട് അവർ 7% ഇക്വിറ്റി അവർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജനുവരി 24 കമ്പനി ഇൻവെസ്റ്റഡ് $2 million ഇൻ സെല്ലോജൻ തെറാപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ്സ് എ ഡൽഹി ബേസ്ഡ് ബയോടെക് സ്റ്റാർട്ടപ്പ് പ്രൊമോട്ടഡ് ബൈ ഗൗരവ് ഖാരിയ, ഡയറക്ടർ സെൻറ്റർ ഫോർ മോഡ്മാരോ ട്രാൻസ്പ്ലാന്റ് ആൻഡ് സെല്ലുലാർ തെറാപ്പി, ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോൾ ഇത്തരം കമ്പനികളിലോട്ട് അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ കമ്പനിക്ക് ഒരു നല്ലൊരു ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇതാണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു ഫിനാൻഷ്യൽ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 24,556 കോടി രൂപയാണ്. അതായത് ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണെന്ന് കാണാൻ പറ്റും. കറണ്ട് പ്രൈസ് 1371 രൂപയാണ്. ഹൈ എന്ന് പറയുന്നത് 1639 രൂപയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നാണ് ഇപ്പോൾ 1371 വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി സ്റ്റോക്ക് പി 12.6% ആണ്. അത് ഇൻഡസ്ട്രി സ്റ്റോക്ക് പി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 34.5% ആണ്. അതായത് ഇൻഡസ്ട്രി പിയുടെ താഴെയാണ് സ്റ്റോക്ക് പി എന്ന് കാണാൻ പറ്റും. അതോടെ തന്നെ ആ ഒരു ഓവർ വാല്യൂഡ് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ROCയും ROEയും വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. ROC 31.1%, ROE 25.9% ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ലയബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ 1009 കോടി രൂപയാണ്. 24,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സോ ലയബിലിറ്റി 1009 ആണ്. അത്ര വലിയൊരു ഫിഗർ അല്ലാന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ലീസ് ലയബിലിറ്റി 2.30 കോടിയാണ്. കണ്ടിൻജന്റ് ലയബിലിറ്റി 0.40 കോടിയാണ്. അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന ലയബിലിറ്റീസ്. ഇനി ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 49.6% ആണ്. അതായത് ഓൾമോസ്റ്റ് 50% സ്റ്റോക്കുകളും പ്രൊമോട്ടറിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ട്രോങ് ആയ ഡിസിഷൻസും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതോടെ നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പി റേഷ്യോ ബ്രെഡ്ജിറ്റ് പെർസെൻറ്റേജ് 0 ആണ്. അതായത് സ്റ്റോക്കുകൾ വെച്ചിട്ട് ലോണോ മറ്റു കാര്യങ്ങളോ എടുത്തിട്ടില്ല എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യലി ഓവറോൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. കാരണം ഇനി ഇവരുടെ സെയിൽസ് മറ്റു കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇതാണ് ഇവരുടെ ഗ്രാഫ് ഈ 200 DMAയുടെ ഓൾമോസ്റ്റ് മുകളിലാണെന്ന് കാണാൻ പറ്റും. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അത്ര ഉചിതമായ ഒരു ടൈമല്ല. 200 DMAയുടെ താഴെ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതിലോട്ടാവും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ.
ഇനി ഈ കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. കമ്പനി മെയിൻറ്റെയിൻ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഓഫ് 24.9% എന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ജസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2024 ക്വാർട്ടർലി റിസൾട്ട്സ് ആണ് അവർ ലാസ്റ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിസൾട്ട്സ് എന്ന് പറയുന്നത് സെയിൽസ് 1371 കോടി രൂപയാണ്. അത് ഓൾ ടൈം ഹൈ ആണെന്ന് കാണാൻ പറ്റും. ഇതിനു മുമ്പ് ഇത്ര ഉയർന്നൊരു സെയിൽസ് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ സെപ്റ്റംബർ 2023 സെയിൽസ് നോക്കുമ്പോൾ 1031 ആയിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ 2024 സെയിൽസ് എപ്പോഴും സെപ്റ്റംബർ 2023 സെയിൽസ് ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലും 804, അത് 2023 458 ആയിരുന്നു എന്നാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഈസ് വെരി ഹൈ, 59% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻസ് ആണ് അവരുണ്ടാവുന്നത്. അത് 100 രൂപയിൽ സെയിൽസ് ചെയ്യുമ്പോൾ 59 രൂപയും അവരുടെ പ്രോഫിറ്റ് ആണെന്ന് കാണാൻ പറ്റും. അതും ഓൾ ടൈം ഹൈ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എല്ലാ ഇതിലും അവർ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഇവരുടെ ടാക്സ് ആണ്. 17% അവർ ടാക്സ് അടച്ചിട്ടുണ്ട്. 25% ടാക്സ് ആണ് എല്ലാ കമ്പനികളും മെയിൻലി നമുക്ക് ഒരു ആവറേജ് കമ്പനീസെല്ലാം അടയ്ക്കാറുണ്ട്. അപ്പോൾ ടാക്സ് പെർസെൻറ്റേജ് കുറച്ച് കുറവാണെന്ന് കാണാൻ പറ്റും. ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവരുടെ ഓൾ ടൈം ഹൈ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. 676 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് 2024 സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ കാണിക്കുന്നത്. ഇനി ഇവരുടെ ഒരു ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് TTM നോക്കാം. TTM എന്ന് പറഞ്ഞാൽ ട്രെയിലിംഗ് 12 മന്ത് എന്നുള്ളതാണ്. ഈ ട്രെയിലിംഗ് 12 മന്തും അതുപോലെ തന്നെ മാർച്ച് 2024 റിസൾട്ട്സ് നോക്കാം നമുക്ക്. അപ്പോൾ സെയിൽസ് 4561 കോടി രൂപയുടെ സെയിൽസാണ് നടന്നത് TTMൽ. അത് ഓൾ ടൈം ഹൈ ആണെന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ 24 മാർച്ചിൽ അത് 3999 ആയിരുന്നു. 23 മാർച്ചിലായി 2777 ആയിരുന്നു. പറഞ്ഞാൽ ഓൾ ടൈം നല്ല ഇൻക്രീസ് ചെയ്തിരിക്കുന്നതാണ്. എക്സ്പെൻസസ് നോക്കുകയാണെങ്കിൽ 2186 ആണ്. ഇനി എക്സ്പെൻസസിന് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ 2024 മാർച്ചിൽ അവസാനിച്ച ഇതിൽ നോക്കുമ്പോൾ ഇവരുടെ മെറ്റീരിയൽ കോസ്റ്റ് അവർക്ക് 17.92% ആണ്. അത് കഴിഞ്ഞ ഒരു വർഷത്തേലേറെ കുറയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മാനുഫാക്ചറിങ് കുറയ്ക്കാൻ 6.77 ആണ്. അത് കഴിഞ്ഞ പ്രാവശ്യമല്ല 11ഉം 8.63 അല്ലാണ്ട് മാനുഫാക്ചറിങ് കോസ്റ്റ് അവർക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എംപ്ലോയി കോസ്റ്റ് അവർക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതർ കോസ്റ്റുകളും അവർ കൂടിയിട്ടുണ്ട്. അതർ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ് എല്ലാം കുറയ്ക്കുന്നത് ഓഫ് കോഴ്സ് അവർ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ പുതിയ പ്ലാന്റ് പണിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ. അതുപോലെ തന്നെ പുതിയ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഇത്തരം കോസ്റ്റുകൾ കുറയ്ക്കാൻ കമ്പനികൾക്ക് പറ്റുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ കമ്പനിക്കും ഇത്തരം കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരം കോസ്റ്റുകൾ കുറയ്ക്കുമ്പോൾ നാച്ചുറലായിട്ട് എന്താ ഉണ്ടാവുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 52% ആണ് ഇയർലി ബേസിസ് നോക്കുമ്പോൾ TTMൽ കാണിക്കുന്നത്. ഇനി ഇവരുടെ ടാക്സ് പെർസെൻറ്റേജ് ഓൾറെഡി 17% ആണ് ഇതിൽ കാണിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 1944 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് TTMൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ 2 വർഷം മുമ്പല്ല 170 കോടി രൂപയായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് എത്ര ടൈംസ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നത്. ഇനി സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, അതുപോലെ തന്നെ CAGR ഗ്രോത്ത് 1 ഇയർ കൊണ്ടുള്ള സ്റ്റോക്ക് പ്രൈസ് CAGR എന്നാണ് 70% സ്റ്റോക്ക് പ്രൈസ് CAGR ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഒരു മറ്റു കാര്യങ്ങൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് പ്രൊമോട്ടറുടെ കയ്യിൽ തന്നെയാണ് ഷെയർ ഹോൾഡിംഗ് ഉള്ളത്. 49.62%, 49.71% സ്ലൈറ്റ്ലി അവർ ഡിക്രീസ് ചെയ്തത്. FIAs ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻക്രീസ് ചെയ്ത് ഓൾ ടൈം ഹൈയിലോട്ട് തന്നെ കൊണ്ടുപോയിരിക്കുന്നു. 17.51% FIAs എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ FIAs കൂടുതലായിട്ട് ഇത് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കാണ്ട് അവരൊന്ന് ഇത് ചെയ്തിട്ട് പലപ്പോഴും അവർ പ്രോഫിറ്റ് കൊണ്ടുപോകാനുള്ള ഒരു ഇത് നോക്കും. രണ്ടാമത്തെ കാര്യങ്ങൾ അവർ ഫിനാൻഷ്യലി സ്ട്രോങ് ആയ കമ്പനികളാണ് കൂടുതൽ സെലക്ട് ചെയ്യുക എന്നുള്ളതുകൂടെ നമ്മൾ കാണേണ്ടതാണ്. DAS 6.75% സ്ലൈറ്റ്ലി അവർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് നമ്മളെ പോലുള്ള ആൾക്കാരെല്ലാം 26.13% ആണ് മറ്റും. 23.16% എന്ന് പറയുന്നത് അവർ ഈ ഒരു പബ്ലിക് അവരുടെ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി കമ്പനി സ്ട്രോങ് ആണ്. ടാക്സ് പെർസെൻറ്റേജ് സ്ലൈറ്റ്ലി ലോ ആണെന്ന് കാണാൻ പറ്റും. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ നാറ്റ്കോ ഫാർമയ്ക്ക് ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിന് കറൻ്റ്ലി ഒരു നല്ല ഫ്യൂച്ചറാണ് നമ്മൾ അനുമാനിക്കപ്പെടുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻസ് അല്ല. ബൈ ഓർ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതോടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.